പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് എടുത്ത ക്ലാസ് ഈസ ജനിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഊന്നിയത് ഏതെങ്കിലും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജന്മമെടുത്ത് പിറവിയെടുത്ത് പുറത്തേക്ക് വരുന്നതല്ല യഥാർത്ഥത്തിലുള്ള ആ ദിവസമല്ല, നിമിഷമല്ല യഥാർത്ഥ ജനനം. മറിച്ച് ഈസയുടെ ബർനാമജ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഈസയുടെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അതിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രോഗ്രാമിങ് ഒരാളിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയും അയാളിൽ അത് പ്രവർത്തന നിരതമാവുകയും ചെയ്യുമ്പോഴാണ് സ്നേഹം, കരുണ, ദയ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, ആ ഗുണങ്ങളൊക്കെ ഒരാളിൽ പ്രവർത്തന നിരതമാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈസ ജനിക്കുന്നത് എന്നാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദവും ആഘോഷവും എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ആ ക്ലാസ്സിലൂടെ. അതിനു മുമ്പ് ഭാര്യയെ തല്ലണമെന്ന് പറയുന്നുണ്ടോ ഖുർആൻ എന്നുള്ളത് വളിരിബു എന്നുള്ള വാക്കാണ് ഞാൻ അതിൽ പ്രധാനമായിട്ടും ഊന്നി പറഞ്ഞത്. ലിർബ് എന്ന് പറഞ്ഞാൽ അടിക്കലല്ല. ഖുർആൻ ഒരായത്തിൽ പോലും അടിക്കുക എന്ന അർത്ഥം ലർബക്ക് ഖുർആനിൽ ഒരു വചനത്തിൽ പോലും ഇല്ല. അതിൻ്റെ ലിയാവും റുഇയത്തും ബയാനും, അതാണ് അലാ എന്ന് പറഞ്ഞാൽ തന്നെ വെളിച്ചം വീശുക, റുഇയത്ത് ഒരാളുടെ കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ദർശിക്കാൻ അവന് കഴിയലാണ്. അവൻ്റെ ചിന്താപരമായി, ബുദ്ധിപരമായി, ഹൃദയം കൊണ്ട് അവന് കാര്യങ്ങൾ കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തലാണ്. പിന്നെ അതിൻ്റെ ബയാന് കിട്ടലാണ്. അതാണ് വളിരിബു ഫൗക്കൽ അനാക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും പിരടിക്ക് മുകളിൽ കാഫിര്യങ്ങളുടെ പിരടിക്ക് മുമ്പിൽ വെട്ടലല്ല. അവൻ്റെ കുഫർ കാരണം അവൻ എഴുത്തനക്ക എന്ന് പറഞ്ഞാൽ എഴുത്തിനാക്കുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ആശ്ലേഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ അനാക്ക് എന്ന് പറഞ്ഞാൽ അയാൾ എന്തൊക്കെയാണോ ഇതുവരെ സ്വീകരിച്ച ആ കുഫർ കാരണം അയാൾ സ്വീകരിച്ച ആശയങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലേക്ക് അതിൻ്റെ പിഴവുകൾ ഓരോന്നും അയാൾക്ക് വിശദീകരിച്ച് വ്യക്തമാക്കി അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അയാൾക്ക് ഉണ്ടാക്കി തീർക്കലാണ് ഫളിരിബു ഫൗക്കൽ അനാക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാതെ പിരടിക്ക് മുകളിൽ വെട്ടണം എന്നല്ല. അത് സൂറത്ത് യാസീനിൽ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടായി. അവരുടെ പിരടികളിൽ ചങ്ങലകളുണ്ട് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഈ പദാർത്ഥ തലത്തിലുള്ള പിരടിയിലല്ല ചങ്ങല എന്നുള്ളതും നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അത് വിശദീകരിച്ചപ്പോൾ അതിൻ്റെ താഴെ ഒരു സഹോദരൻ വഹക്കമം, സൂറത്ത് അന്നിസായിലെ 34-ാമത്തെ വചനത്തിലാണ് വളിരിബൂഹുന്ന എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 35-ാമത്തെ വചനത്തിൽ വൈൻ ഹിഫ്തും ഷിക്കാക്ക ബൈനിഹിമ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വചനം തുടങ്ങുന്നുണ്ട്. ഫബ്അസു ഹക്കമം മിൻ അഹ്ലിഹി വ ഹക്കമം മിൻ അഹ്ലിഹ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വേറൊരു ക്ലാസ്സായിട്ട് തന്നെ ഞാൻ വിശദീകരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സൂചന പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൂചനയിൽ നിന്ന് തന്നെ അദ്ദേഹം ഊഹിച്ചെടുത്തോളാം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സൂചന വേണമെങ്കിൽ ഞാൻ പറയാം, ഹുക്കുമ് അല്ലാഹ്ക്കല്ലാതെ ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനിൽ ഹുക്കുമു ഇല്ലാതില്ല. അതിൽ നിന്നൊന്ന് ചിന്തിച്ചെടുക്കുക. എന്താണ് ആ ഹക്കമ് കൊണ്ട്, ആ ഹി ഹ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഊഹിക്കാൻ കഴിയും. പിന്നെ ഫബ്അസു എന്നുള്ളത് ഒരാളെ പറഞ്ഞയക്കലല്ല, ഒരാളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ബിഅസത്താണത് എന്നുള്ളത് ഇത്രയും ഒരു സൂചന മാത്രമാണ്. ഇനി അതിൻ്റെ വിശദമായ വിവരണം പിന്നീട് ഞാൻ പറയാം, ഒരു ക്ലാസ് ആയിട്ട് തന്നെ പറയാം. എന്താണ് ഹീയിൽ നിന്ന്, ഹീയുടെ അഹിലിൽ നിന്ന് ഒരു ഹക്കമും ഹ എന്നുള്ളതിൻ്റെ അഹിലിൽ നിന്ന് ഒരു ഹക്കമും ഉണ്ടാകേണ്ടത് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് സത്യത്തിൽ, അപ്പോൾ ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കണം, അതൊരു വിഷയമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഞാൻ എപ്പോഴാണ് ഒരു ഈസ അലൈഹിസ്സലാം എപ്പോഴാണ് ജനിക്കുന്നത്
എന്ന വിഷയത്തിൽ ഞാൻ പറഞ്ഞു 3 നാളാണ് അവിടെ പറയുന്നത്. 3-ാമത്തെ നാളിലാണ് ഈസ ഹയാത്തോടുകൂടി ബിഅ്സത്ത് ചെയ്യുന്നത്, ഉയർത്തെഴുന്നേൽക്കുന്നത്. 3 അറിവിൻ്റെ മേഖലകളാണ്. അതാണ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസപ്രകാരം 3-ാം നാളിൽ ഈസ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഖബറിൽ നിന്ന്. ആ മക്ബറയുടെ ജഹലിൻ്റെ മക്ബറയിൽ നിന്ന് ഇൽമിൻ്റെ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. അത് 3 യൗമിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങൾ. അപ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. ഈ മുസ്ഹഫിൻ്റെ ആഴം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഈ രൂപത്തിൽ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് ബോധ്യപ്പെടുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ആ സഹോദരന് നമ്മുടെ വായനയുടെ പ്രാഥമിക ഘട്ടത്തിൽ എത്തിയിട്ടുള്ളൂ എന്നുള്ളത് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മാഷെ, ഈ വാഗ്ദത്ത മഹ്ദി മസീഹ് എപ്പോഴാണ് വരിക? ഞാൻ അദ്ദേഹത്തെ ഒരു മെസ്സേജ് അയച്ചു. അങ്ങയുടെ ഉള്ളിൽ തന്നെയാണ് ആ വാഗ്ദത്ത മഹ്ദി മസീഹ് ജന്മമെടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മഹ്ദി എന്ന് പറയുന്നത് ഹിദായത്ത് നൽകുന്ന അവസ്ഥയാണ്. അതാണ് ഒരാളുടെ ഹുദ്ഹുദ്, ഒരാളിൽ മഹ്ദി ഒക്കെ പിറവിയെടുക്കുന്നത്. അയാളുടെ ഇപ്പോഴത്തെ നെഫ്സിനെ അയാൾ മാറ്റിപ്പണിയാൻ തയ്യാറാകണം. ആ പഴയ നെഫ്സിൻ്റെ പ്രോഗ്രാമുകളെ മുഴുവൻ ഇല്ലാതാക്കി, അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി പുതിയ ഒരു മേഖലയിലേക്ക് അവൻ്റെ ബോധമണ്ഡലം ജന്മമെടുക്കുമ്പോഴാണ് അവനിൽ മഹ്ദി പിറവിയെടുക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. അത് എവിടുന്നാണ്? അവൻ്റെ ദാഖിലിൽ നിന്ന്, അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അത് പിറവിയെടുക്കുന്നത്. മനുഷ്യൻ പൊതുവെ ദുർബലനാണ്. മനുഷ്യൻ നൂറ്റാണ്ടുകളായി ഒരു മഹ്ദിയുടെ ആഗമനവും കാത്തിരിക്കുകയാണ്. എന്താ ചെയ്യുക? ഇപ്പോൾ ഒന്നാമത് അങ്ങനെ ഒരാൾ വന്നാൽ ഞാൻ മഹ്ദിയാണെന്ന് തന്നെ പറയില്ല, അല്ലെങ്കിൽ റസൂല് അങ്ങനെ പറയില്ല. റസൂല് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മഹ്ദിയും നമ്മുടെ ദാഖിലിൽ നിന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖുർആൻ റസൂലും മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ അല്ല, റസൂലും മിൻ മക്ക എന്നാണ് നമ്മൾ പറയണത്. ഖുർആൻ പറയണില്ല ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്നാണ്. വഅലമു അന്ന ഫീക്കും റസൂലുള്ളാഹി എന്നാണ്. നിങ്ങളിൽ ദൈവദൂതനുണ്ടെന്ന് നിങ്ങൾ അറിയണം. കൈഫ തക്ഫുറൂന, നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ നിഷേധിക്കുക? വഫീക്കും റസൂലുഹു, അവൻ്റെ റസൂൽ നിങ്ങളിൽ ഉണ്ടായിരിക്കെ. ഇങ്ങനെയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടും റസൂലും മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞിട്ടും ആ അൻഫുസ് എന്ന് പറഞ്ഞാൽ അത് നെഫ്സല്ല, അത് നിങ്ങൾ മനുഷ്യകുലത്തിൽ നിന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പിന്നെ പറയുന്നത്. അതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് പിന്നെ അതിനെ വ്യാഖ്യാനിക്കുക. എന്നതുപോലെ തന്നെയാണ് മഹ്ദിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മഹ്ദി എപ്പോഴാണ് ജന്മമെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, മഹ്ദി ജന്മമെടുക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നെഫ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഖദീമായ പഴയ ആ നെഫ്സിനെ നമ്മൾ തഹ്വീൽ മാറ്റം വരുത്തി നമ്മുടെ പുതിയ ഒരു ബോധതലം നമ്മളിൽ ജന്മമെടുക്കുമ്പോഴാണ് നമുക്ക് ഹിദായത്ത് വഴി തുറന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളിൽ ഹാദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, മഹ്ദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എവിടെയോ കണ്ടു, ആ വാഗ്ദത്ത മഹ്ദി മസീഹ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഏതൊരു TV ചാനലിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് അതിൽ. എന്നിട്ട് ഒരു ചന്ദ്രൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട്. ആ ചന്ദ്രനിൽ ആ വാഗ്ദത്ത മഹ്ദി മസീഹിൻ്റെ മുഖം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ. ആയിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറേ ആളുകൾ വിശ്വസിക്കാൻ അതാണ് ശരിയെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അവരായിക്കോട്ടെ. എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട്
അകന്നു നിന്നത് നമ്മളെ കാണാൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കാണേണ്ടതില്ല, ഞാൻ പറയുന്ന ആശയങ്ങളിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയുക, ഒരാളെയും നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കുറച്ചാളുകൾ എന്നിൽ നിന്ന് അകന്നു നിന്നത്. കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചത് വിഷയമൊന്നുമല്ല. കാരണം അവനവൻ്റെ കഴിവുകൾ ഓരോ മനുഷ്യനും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം അവനവൻ്റെ ഉള്ളിൽ നിന്ന് ജന്മമെടുക്കണം, അപ്പോഴേ അതിന് അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയുള്ളൂ, അതിന് ശക്തി ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഞാനിപ്പോൾ ഈ അടുത്തന്നെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞ് സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ ചവിട്ടി സ്വയം പുറത്തേക്ക് വരുമ്പോഴാണ് ആ കുഞ്ഞിന് ശക്തി ഉണ്ടാകുന്നത്. ഒരു ചിത്രശലഭം അത് പുഴുവായിരിക്കുമ്പോൾ അത് ഇലയുടെ താഴെ പുഴുവായി വലക്കുള്ളിൽ ഇരുട്ടിൽ കഴിയുമ്പോൾ അത് സ്വയം അതിൻ്റെ വല മുറിച്ച് അത് സ്വയം പുറത്തേക്ക് വരുമ്പോഴാണ് അതിന് പറന്നുയരാൻ ശക്തി ഉണ്ടാവുക. നമ്മൾ ആ വല മുറിച്ചു കൊടുത്തത് കൊണ്ട് കാര്യമല്ല. ഒരു മുട്ടയിൽ നിന്ന് ആ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് സ്വയം വരുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുക. നമ്മൾ സമയമായിക്കണോ ആകണീൻ്റെ മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ തോട് പൊളിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഒരു വിത്ത് അത് സ്വയം ഭൂമിയിൽ നിന്ന് അതിൻ്റെ മുള പൊട്ടി പുറത്തേക്ക് വരുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുക. എന്ന് പറഞ്ഞു, നമ്മൾ ഒരു വിത്തിൻ്റെ മുള നമ്മൾ തുറന്നു കൊടുത്തിട്ട് പുറത്തേക്ക് വരാൻ സഹായിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഞാനിപ്പോൾ 1-2 ഉദാഹരണം പറഞ്ഞു, ഇങ്ങനെ 100 കണക്കിന് ഉദാഹരണങ്ങൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ അവനവൻ്റെ ദാഖിലിൽ നിന്നാണ് മഹ്ദിയും മസീഹും ഒക്കെ പിറവിയെടുക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിന്റെ പഴയ നഫ്സുണ്ടല്ലോ, ആ നഫ്സിൻ്റെ എല്ലാ പിഴവുകളും റൂഹുൽ ഖുദ്സ് കൊണ്ട് നീ തുടച്ച് മസഹ് ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് നിന്നിൽ മസീഹ് ജനിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. നിന്റെ റൂഹ് കൊണ്ട്, ആത്മീയമായ ജ്ഞാന ചൈതന്യം കൊണ്ട്, ആത്മീയ ജ്ഞാനത്തിൻ്റെ ചൈതന്യം, ആ റൂഹ് കൊണ്ട് നിന്റെ പഴയ നഫ്സിലെ എല്ലാ പിഴവുകളുണ്ടല്ലോ, വെറുപ്പിൻ്റെ, പകയുടെ, വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ, ഞാനെന്ന ഭാവത്തിൻ്റെ, അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ, ഭയത്തിൻ്റെ, എന്തൊക്കെ നിന്റെ പഴയ നഫ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഉണ്ടോ അതിനെയൊക്കെ ഈ റൂഹ് കൊണ്ട് തുടച്ചു നീക്കാൻ, മസഹ് ചെയ്യാൻ നീ തയ്യാറാകുമ്പോഴാണ് നിന്നിൽ മസീഹ് ജന്മമെടുക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതല്ല ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ തലയിൽ നിന്ന്, മുടിയിൽ നിന്ന് എണ്ണ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമെന്ന ആ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാം. നമ്മൾ അതിനെതിരൊന്നുമല്ല. വേണ്ടവർ, നമ്മൾ പറഞ്ഞില്ലേ, എനിക്കത് വേണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഈ അറിവ് ഞാൻ പറയുന്നു, ആവശ്യമുള്ള ആളുകൾക്ക് എടുത്താൽ മതി. അല്ലാതെ ആരൊക്കെ അത് എടുക്കുന്നുണ്ട്, ആരൊക്കെ തള്ളിക്കളയുന്നുണ്ട് എന്ന് പോലും എൻ്റെ വിഷയമൊന്നുമല്ല. എന്നോട് പല ആളുകളും പല അത്ഭുതങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതാക്കിയിട്ടുണ്ട്, ഞാൻ ഇതാക്കി. അതൊന്നും എൻ്റെ വിഷയമേ അല്ല. അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യവും ഞാൻ സ്വീകരിക്കൂല. എനിക്ക് ബോധ്യപ്പെടണം. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ നിയമവ്യവസ്ഥതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ എന്നല്ലാതെ നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരു അമ്മയിൽ നിന്നും ഒരാളിൽ നിന്നും പിറവിയെടുക്കാതെ ഒരു മനുഷ്യൻ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ മുടിയിൽ നിന്ന് എണ്ണയൊലിച്ചുകൊണ്ട് ഒരാൾ അവസാന കാലഘട്ടത്തിൽ ഏതെങ്കിലും അവസാന കാലഘട്ടത്തിൽ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കാണാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരും. അതാണ് വാഗ്ദത്ത മഹ്ദി, അതാണ് മസീഹ് ഈസ എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം. നമ്മളതിനൊന്നും എതിരൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചത് താല്പര്യമില്ലാന്നേ എനിക്ക് പറയാനുള്ളൂ. അതാണ് മസഹ് നമ്മൾ ചെയ്യുക നമ്മുടെ ഉള്ളിൽ.
കാത്തിരിക്കണ്ട. അതാ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ മനുഷ്യന്മാരെ മുഴുവൻ അലസന്മാരാക്കുകയാണ്. സ്വയം ചിന്തിക്കാനോ സ്വയം വിജ്ഞാനം ആത്മീയജ്ഞാനം നേടാനോ സ്വയം തൻ്റെ ജന്നത്തിലേക്ക് പിന്നെ അത് മലൂഹുൽ അദാബ് ആ മലൂഹുൽ അദാബിൽ നിന്ന് ആ അതുബത്തിലേക്ക് ഇവന് വരാൻ തയ്യാറല്ല. അവന് കാത്തിരിക്കാൻ ഒരാൾ തന്നെ രക്ഷപ്പെടുത്താൻ വരുമെന്ന്. മനുഷ്യൻ പൊതുവെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വിഗ്രഹം അവൻ്റെ മുന്നിൽ വേണം. അത് വൃക്ഷമായിട്ടോ കല്ലായിട്ടോ ആളായിട്ടോ വ്യക്തികളായിട്ടോ പുസ്തകങ്ങളായിട്ടോ ഏതെങ്കിലും ഒന്ന് വേണം. അവൻ എത്രമാത്രം കഴിവുള്ളവനാണ്, അവൻ്റെ ബുദ്ധി എത്രമാത്രം കഴിവുള്ള ഒരു വസ്തുവാണ് എന്നുള്ളത് അവൻ തിരിച്ചറിയുന്നില്ല. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അവൻ്റെ ബുദ്ധി, അവൻ്റെ കൽബ്, അവൻ്റെ ഹൃദയം കൊണ്ടാണ് ഖുർആൻ വായിക്കേണ്ടത്. സത്യത്തിൽ പല ആളുകളും ബുദ്ധി കൊണ്ട് വായിക്കുന്നു, ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുന്നു. അതിനപ്പുറം ഹൃദയം കൊണ്ട് ഈ പുസ്തകത്തെ വായിക്കാൻ തയ്യാറാവുമ്പോഴേ ഇതിൻ്റെ ആശയം മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വാഗ്ദത്ത മഹ്ദി മസീഹ് എപ്പോഴാണ് പിറവിയെടുക്കുക എന്ന് പറയുമ്പോൾ അതാണ് ലാ യുഗയ്യിറുല്ലാഹു മാ ബി ഖൗമിൻ ഹത്താ ഒരു ഖൗമിൻ്റെ ഹാല് അള്ളാഹു തഗയ്യിർ മാറ്റുകയില്ല ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന് പറയുന്നത്. അവരുടെ നഫ്സിനെ അവർ മാറ്റാൻ തയ്യാറാകാതെ. അതാണ് ഖുർആൻ പറഞ്ഞത് ഫഖ്തുലു അൻഫുസക്കും വതൂബു ഇലാ ബാരിയക്കും എന്ന് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പഴയ നഫ്സിനെ കൊല്ലാൻ തയ്യാറാകണം. അതാണ് ഖത്തിൽ. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആ നുസ്ഖ ഖദീമയെ നിങ്ങൾ ആ പഴയ കോപ്പിയെ ഇല്ലാതാക്കിയെങ്കിലേ പുതിയ കോപ്പി നിങ്ങളിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതില്ലാതാക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളിൽ ഒരു പുതിയ ബറാഅത്ത്, പുതിയ എല്ലാത്തിൽ നിന്നും ബരി ആയ ഒരു കോപ്പി നിങ്ങളിൽ ജന്മമെടുക്കുകയില്ല. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇനി ഇത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. നീ നിൻ്റെ ഉറക്കിൽ നിന്ന് ഉണരാൻ തയ്യാറാവുക. അതാണ് വേണ്ടത്. നീ ഇപ്പോഴും ഉറങ്ങിയിരിക്കുക. നിൻ്റെ പദാർത്ഥ ലോകത്ത് നീ കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്, മാന്തിയായ ലോകത്ത്. അതിൽ നിന്നും മാനവീയായ ആശയപരമായ ആത്മീയമായ ലോകത്തേക്ക് നീ വരാൻ തയ്യാറല്ല. അതാണ് അവിടെ ആ മാന്തിയായ ലോകത്താണ് നിനക്ക് പകയുണ്ടാകുന്നത്, എനിക്ക് സ്വന്തമാക്കണമെന്ന വിദ്വേഷമുണ്ടാകുന്നത്, ശത്രുതയുണ്ടാകുന്നത്, ഞാനെന്ന അഹന്തയുണ്ടാകുന്നത്, നിനക്ക് ഹൗഫ് മരണഭയമുണ്ടാകുന്നത് അപ്പോഴാണ്. അതിനെ ഖത്ൽ ചെയ്ത് ഒരു നുസ്ഖ ജദീദ, ഒരു പുതിയ കോപ്പിക്ക് നീ അത് എല്ലാത്തിൽ നിന്നും നിന്നെ ബരി ആക്കുന്നതാണ്. അങ്ങനത്തെ ഒരു കോപ്പി നിന്നിൽ ജന്മമെടുക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. സ്വയം നഫ്സിനെ മാറ്റാൻ തയ്യാറാകണം. അതില്ലാതെ വേറെ ഒരാൾ വന്നിട്ട് തന്നെ മാറ്റും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നൂറ്റാണ്ടുകൾ എത്ര കാത്തിരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില ആളുകൾ പറഞ്ഞു ഇപ്പം വന്ന ഇയാളാണ് മഹ്ദി. ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിലും ചില ആളുകൾ പറയുന്നുണ്ട് ഈ വന്നതാണ് മഹ്ദി. ഇനി നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അപ്പോഴത്തെ ആളുകളും പറയും ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, അയാളാണ് മഹ്ദി. ഇങ്ങനെ ആ മഹ്ദിയെ കാത്തിരുന്ന് കാലം കഴിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ സ്വന്തം ഉള്ളിൽ നിന്നാണ് ആ മസീഹ് ജന്മമെടുക്കേണ്ടത്. അതെപ്പോഴാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. മസ്ഹ് ചെയ്യുക. നമ്മുടെ അഖ്താകൾ, പിഴവുകൾ ഓരോന്നും, നമ്മുടെ മനസ്സിൻ്റെ പിഴവുകൾ, തെറ്റുകൾ ഓരോന്നും നമ്മൾ മസ്ഹ് ചെയ്തുകൊണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ തുടക്കേണ്ടത്? റൂഹ്. ആ റൂഹ് കൊണ്ടാണ് നിങ്ങൾ പഴയ ആ നഫ്സുൽ ഖദീമയെ, അതിലുള്ള പിഴവുകളെ തുടച്ചു നീക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തുടക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ ക്ലീനാക്കാൻ തുടങ്ങിയാൽ, നമ്മൾ നിലം തുടക്കുന്നത് ഉപയോഗിക്കുന്ന വസ്തു എന്താണെന്ന് നമുക്കറിയാം. ഒരു കാറിൻ്റെ ഗ്ലാസ് തുടക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയാം. ഇവിടെ നമ്മൾ തുടക്കാൻ ഉപയോഗിക്കുന്ന വസ്തു റൂഹ് കൊണ്ടാണ്. ആ റൂഹ് കൊണ്ട് നമ്മളെ
നഫ്സിനെ തുടച്ച്, പഴയ നഫ്സുൽ ഖദീമയെ തുടച്ച് നീക്കാൻ തുടങ്ങിയാൽ നമ്മളിൽ മസീഹ് ജന്മമെടുക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോഴാണ് മസീഹ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതല്ല ഒരാൾ എവിടുന്നെങ്കിലും വരും എന്ന് കാത്തിരിക്കാനാണെങ്കിൽ അങ്ങനെ കാത്തിരിക്കുക. അത്രേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സലാം.